ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റീൻ്റെ ഇൻ ദ വ്യൂ ഓഫ് സൊസൈറ്റിയുടെ വ്യൂ ബേസ് ചെയ്തിട്ട് സൊസൈറ്റിക്ക് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ആ പ്രൊജക്റ്റിൽ നിന്നും എത്രത്തോളം ബെനിഫിറ്റ് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അനാലിസിസ് നടത്തുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ സൊസൈറ്റീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതായത് സൊസൈറ്റിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും, അതേപോലെ തന്നെ എത്രത്തോളം കോസ്റ്റ് സൊസൈറ്റി സഫർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് നോൺ മോണിറ്ററി കോസ്റ്റും അതേപോലെ തന്നെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുമാണ്. നോൺ മോണിറ്ററി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ മോണിറ്ററി ആയിട്ടുണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ്, അതായത് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതേപോലെ തന്നെ മൊണോപ്പൊളി ആൻഡ് അതർ മാൽ പ്രാക്ടീസസ്, എക്കോളജിക്കൽ ഇംബാലൻസസ്, ഗ്ലോബൽ വാർമിങ്, ഇതൊക്കെ എന്താ നോൺ മോണിറ്ററി കോസ്റ്റാണ്. ഇനി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് വഴി എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റീജിയൻസിന് എത്ര ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എത്ര എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. നോൺ മോണിറ്ററി ബെനിഫിറ്റിന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്തൊക്കെ ബെനിഫിറ്റ്സ് സൊസൈറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. എന്തൊക്കെയാണ് ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നത് വഴി സൊസൈറ്റിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈ മെക്കാനിസം ദാറ്റ് മാക്സിമൈസ് ദ ബെനിഫിറ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊജക്റ്റ് ഫോർ ദ സോഷ്യൽ വെൽഫെയർ. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ്, ഒരു പ്രൊജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഫിനാൻഷ്യൽ അനാലിസിസ് അല്ല നമ്മൾ ഇതിൽ നടത്തുന്നത്, നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നടത്തുന്നത്. അതായത് സൊസൈറ്റിക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമൈസ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ പഠിക്കുന്നത് സൊസൈറ്റിയുടെ കോസ്റ്റും സൊസൈറ്റിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുമാണ് നമുക്ക് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെൻറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ കഴിയും ഈ ഒരു സ്റ്റഡി നടത്തുന്നത് വഴി. നെക്സ്റ്റ്, ഇറ്റ് എൻറ്റൈറ്റിൽസ് ദ ഇൻവെസ്റ്റേഴ്സ് ടു കൊഹസീവ്ലി ഡിഫറൻഷിയേറ്റ് വാരിയസ് പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വാരിയസ് പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സിനെ എടുത്തുകൊണ്ട് അതിൽ നിന്നും സൊസൈറ്റിക്ക് ഓരോ പ്രൊജക്റ്റിൻ്റെയും സോഷ്യൽ കോസ്റ്റും നമ്മൾ സോഷ്യൽ ബെനിഫിറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനാലിസിസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഓരോ പ്രൊജക്റ്റ് ആൾട്ടർനേറ്റീവ്സ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു 5 പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ 5 പ്രോജക്റ്റിൽ നിന്നും സൊസൈറ്റിക്ക് എത്രയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, എത്രയൊക്കെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്, ഓരോ പ്രോജക്റ്റും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റും ബെനിഫിറ്റ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് അപ്രൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഇറ്റ് എൻറ്റൈറ്റിൽസ് ദ ഇൻവെസ്റ്റേഴ്സ് ടു കൊഹസീവ്ലി ഡിഫറൻഷിയേറ്റ് വാരിയസ് പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. നെക്സ്റ്റ് വരുന്നതാണ്, ദ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എനേബിൾസ് പ്രയോറിറ്റൈസേഷൻ ഓഫ് യുവർ ബിസിനസ് റിസോഴ്സസ് സോ ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്. നമ്മുടെ ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആണ്. നമ്മൾ സ്കേഴ്സ് ആയിട്ടുള്ള ദൗർലഭ്യമായിട്ടുള്ള നമ്മുടെ ബിസിനസ് റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ സൊസൈറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. അവർക്ക് നല്ല ക്വാളിറ്റി ഗുഡ്സ്, നല്ല ക്വാളിറ്റി സർവീസസ്, റീസണബിൾ
പ്രൈസിൽ കൊടുക്കുക, നല്ല റിസോഴ്സസ് അവർക്ക് കൊടുക്കുക, അതൊക്കെയാണ് ഇത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഒരു റിസോഴ്സസ് നല്ല രീതിയിൽ പ്രയോറിറ്റൈസേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് മാക്സിമം അച്ചീവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, prior analysis helps in establishing decision making strategy for different project and also providing chance to apprehend social criticism. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി കണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റീനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് മാക്സിമം പ്രോഫിറ്റ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ സൊസൈറ്റീനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ഇവിടെ ഉള്ളത് ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലുള്ളത്. ബട്ട് ഫിനാൻഷ്യൽ അനാലിസിസിൽ നമുക്ക് അങ്ങനെയാണ്. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. നമുക്ക് സൊസൈറ്റീനെ കൺസിഡർ ചെയ്യാതെ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്താൽ നമുക്ക് മാക്സിമം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണ് ഫിനാൻഷ്യൽ അനാലിസിസിലുള്ളത്. പക്ഷേ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം, സൊസൈറ്റിയിലുള്ള പീപ്പിൾസ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഗവൺമെൻറ്, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അവർക്കൊക്കെ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള അതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രയർ അനാലിസിസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി, നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി നമുക്ക് ഓർഗനൈസേഷനിൽ എടുക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ്, social cost benefit analysis assess the purpose of the development of project in view to the community needs. നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റീൻ്റെ നീഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റീൻ്റെ നീഡ്സിനനുസരിച്ച് അവരുടെ നീഡ്സും അവരുടെ വാൺസിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. ആ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള പ്രൊഡക്ഷന് റീസണബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ നീഡ്സും വാൺസും ആണ് നമ്മൾ മെയിനായിട്ട് എവിടെ നോക്കുന്നത്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അതായത് സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെൻറ്റിന് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഓരോ പ്രോജക്റ്റും തമ്മിലുള്ള ഡിഫറെൻറ്റ് വാരിയസ് ആസ്പെക്ട്സ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയും ബൈ കൺസിഡറിങ് ദ കമ്മ്യൂണിറ്റി. നമുക്ക് കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ സൊസൈറ്റീനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ നീഡ്സും വാൺസും ആണ് നമ്മൾ മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. These are the benefits of social cost benefit analysis. നെക്സ്റ്റ് പറയുന്നത് ഡ്രോബാക്സ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമ്മുടെ ഏതൊരു സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിന് എന്തുണ്ടായിരിക്കും, അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതേപോലെയാണ് ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അതിന് ചില ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, it is often challenging for business managers to establish a balance between financial gain and social welfare. ഒരു ബിസിനസ് മാനേജറുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഗെയിനും അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയറും ബാലൻസ് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. കാരണം അയാൾ എന്ത് ചെയ്യണം, സൊസൈറ്റീനെ കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം അയാൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിൻ നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. ആരെയും കൂടെ കൺസിഡർ ചെയ്യണം, നമ്മൾ സൊസൈറ്റിയുടെ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു മാനേജേഴ്സിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയറും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഗെയിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ. ആണ് ഒന്നാമത്തെ ഡ്രോബാക്സ്. നെക്സ്റ്റ്, ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ്.
നമ്മൾ സോഷ്യൽ ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ സൊസൈറ്റി നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഓവർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തും. ഞങ്ങളെ സൊസൈറ്റീനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന അവർക്ക് ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടും, ഇങ്ങനെ അവരെ പ്രൊജക്റ്റ് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റിൽ നിന്നും സൊസൈറ്റീനെ കൂടെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൊണ്ട് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുള്ള ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസും അതെന്താ ഡ്രോബാക്സ് ആണ്. പക്ഷേ ഇങ്ങനെ അവരെ കൂടെ ഇവർ വിചാരിക്കുന്ന പോലെ എത്ര ബെനിഫിറ്റ് ഒന്നും കിട്ടണമെന്നില്ല. അവർ ജസ്റ്റ് ചെറുത് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഇതൊരു ഡ്രോബാക്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് conversion of social benefit into monetary units is also a problem area in social cost benefit analysis. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് നോൺ മോണിറ്ററി കോസ്റ്റും അതേപോലെ തന്നെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്ക് മോണിറ്ററി പണം രൂപത്തിലല്ലാത്ത കോസ്റ്റ് അല്ലെങ്കിൽ പണ രൂപത്തിലല്ലാത്ത ബെനിഫിറ്റ്സ് ആണ് നോൺ മോണിറ്ററി കോസ്റ്റ് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ബെനിഫിറ്റ്സിൽ നമ്മുടെ നോൺ മോണിറ്ററി കോസ്റ്റ് മോണിറ്ററി യൂണിറ്റിലോട്ട് ആക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ഡ്രോബാക്സ്. ഒന്നാമത്തെ ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് മാനേജറുടെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗെയിനും അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയറും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് സൊസൈറ്റി കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, അതായത് പ്രൊജക്റ്റിൽ നിന്നും സൊസൈറ്റി കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷേ ആ പ്രൊജക്റ്റിൽ നിന്നും സൊസൈറ്റിക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ സോഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടണമെന്നില്ല. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ മോണിറ്ററി കോസ്റ്റും അതേപോലെ തന്നെ നോൺ മോണിറ്ററി ബെനിഫിറ്റുമാണ്. അപ്പോൾ ഈ നോൺ മോണിറ്ററി കോസ്റ്റും അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റും മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി കോസ്റ്റിലോട്ട് ആക്കുക എന്നുള്ളത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രോബാക്സ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ പറയുന്നത് ഇൻ ദ പോയിന്റ് ഓഫ് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കോസ്റ്റും അല്ലെങ്കിൽ ഓരോ ബെനിഫിറ്റ്സും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞത്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അനാലിസിസ് നടത്തുന്നത്. അതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഓൺലി ഫിനാൻഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ആർ കൺസിഡേർഡ്. SCBAയിൽ കൺസിഡർ ചെയ്യുന്നത് സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ്. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ കോസ്റ്റും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ആണ്. അതായത് ആ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ ഫിനാൻഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ നടത്തുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സ് അനാലിസിസിൽ നമ്മൾ നടത്തുമ്പോൾ അതിൽ നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നത് സോഷ്യൽ കോസ്റ്റും അതേപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സും ആണ്. സൊസൈറ്റിക്ക് ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ സൊസൈറ്റിക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട് ആ പ്രൊജക്റ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ ഫിനാൻഷ്യൽ കോസ്റ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഡിറ്റർമൈൻ ദ ഫിനാൻഷ്യൽ വയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. സോഷ്യൽ കോസ്റ്റ് അനാലിസിസിൽ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോസ്റ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റോ അല്ല നമ്മൾ പഠിക്കുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സ് അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ കോസ്റ്റും അതേപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ് മാർക്കറ്റ് പ്രൈസ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ്സ് അനാലിസിസ് യൂസ് ഷാഡോ പ്രൈസ്. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസാണ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ആ ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ കോസ്റ്റും ബെനിഫിറ്റ്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
കമ്പ്യൂട്ടേഷൻ കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് മാർക്കറ്റ് പ്രൈസാണ്. മാർക്കറ്റിൽ ഉള്ള എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ എടുക്കുന്നത് ഷാഡോ പ്രൈസാണ്. കമ്പ്യൂട്ട് സോഷ്യൽ കോസ്റ്റും ബെനിഫിറ്റും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാഡോ പ്രൈസാണ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് അണ്ടർടേക്കൺ ഫോർ അറ്റൈനിങ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. SCBA is carried to achieve certain social objectives. നമ്മുടെ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ നടത്തുന്നത് ഫോർ അറ്റൈനിങ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അണ്ടർടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്. ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇതൊക്കെ ആയിരിക്കും എന്ത് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് ടു അച്ചീവ് സർട്ടൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ചില സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റീജിയൻസ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷന്, ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്, ഇതൊക്കെ എന്താ സോഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഈ ഒരു സോഷ്യൽ ബെനിഫിറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ഡിഫറൻസ്. ഒന്നാമത്തത് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ ഫിനാൻഷ്യൽ കോസ്റ്റും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ സോഷ്യൽ കോസ്റ്റും അതേപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റുമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുമ്പോൾ കോസ്റ്റും ബെനിഫിറ്റ്സും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസാണ്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ കോസ്റ്റും ബെനിഫിറ്റും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഡോ പ്രൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സൊസൈറ്റിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ അതായത് ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കുക. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ബെനിഫിറ്റ്സ്, ദെൻ അതിൻ്റെ ഡ്രോബാക്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഓക്കെ, താങ്ക് യു.